ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി 6:20 ആലുവെന്ന് പുറപ്പെടുന്ന കടമക്കുടി ഷെഡ്യൂളാണ്. VS വിനോദ് സാർ പ്രാർത്ഥിച്ചുകൊണ്ട് ലോക്ക് ഷീറ്റ് കയ്യിലേക്ക് തന്നു. ഇതാണ് നമ്മുടെ സിയാദ് ക, ഇവിടുത്തെ ഡ്രൈവറാണ്. ലോക്ക് ഷീറ്റ് ഒക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയുടെ അടുത്ത് തന്നു. ഇതാണ് നമ്മുടെ വണ്ടി RNC 664. പോണ വഴി കുറച്ച് ഇടുങ്ങിയതായതുകൊണ്ട് കച്ചേഴ്സ് വണ്ടിയാണ് ഈ റൂട്ടിലേക്ക് ഇട്ടേക്കുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചേക്കിട്ടോ. അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകാനായിട്ട് നിന്നപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ സുനീർ ഖാനെ കണ്ടത്. പുള്ളിനോട് വർത്താനൊക്കെ പറഞ്ഞ് വണ്ടി എടുത്ത് നേരെ വരാപ്പുഴക്ക് വിട്ടു. വരാപ്പുഴ വന്നപ്പോഴേക്കും വണ്ടിയിലുള്ള ആളുകളൊക്കെ അത്യാവശ്യം കാലേ ഇനി ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് കടമക്കുടിക്ക് പോണത്. വണ്ടി അവിടെ സൈഡിലായിട്ട് ഒതുക്കിയിട്ടു. ചായ കുടിക്കാനായി ശ്രീദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി നല്ല ചൂടൻ ദോശയും ചായയും കുടിച്ചു. ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി വണ്ടി എടുത്ത് നേരെ കടമക്കുടിക്ക് വിട്ടു. രാവിലെ തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ചുറ്റിനും വെള്ളവും പച്ചപ്പും ആളുകളും എന്തായാലും അടിപൊളി. കടമക്കുടിയിൽ വന്നവർക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ഒരു വൈബ്. വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ കടമക്കുടിയിൽ വന്ന് വണ്ടി ഇവിടെ ഒതുക്കിയിട്ടു. കുറച്ചേരം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇനി ഇവിടുന്ന് നേരെ ആലുവ വഴി ഇൻഫോ പാർക്കിലേക്കാണ് പോകേണ്ടത്. ആലുവയിൽ വന്ന് ഹാൾട്ടിംഗ് ഇല്ലാതെ ആളെയും കയറ്റി ഇൻഫോ പാർക്കിലേക്ക് വിട്ടു. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡൊക്കെ നല്ല ബ്ലോക്കാർന്നു കേട്ടോ. ബ്ലോക്ക് ആയതുകൊണ്ട് ഇൻഫോ പാർക്കിൽ വന്നപ്പോഴേക്കും നേരം വൈകി. അതുകൊണ്ട് തന്നെ അവിടെ ഹാൾട്ട് ചെയ്യാതെ വണ്ടി എടുത്ത് നേരെ ആലുവക്ക് കുടിച്ചു. ഇതാണ് നമ്മുടെ കണ്ടക്ടർ ഷിഫാസ് ബ്രോ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ചേർത്തലക്കാണ് പോണത്. ഞാനും ഷിഫാസും മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി വന്ന് വണ്ടി ബോർഡൊക്കെ വെച്ച് ട്രാക്കിലേക്ക് പിടിച്ചു. ശേഷം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വൈറ്റിലയിൽ വന്നു. ഇവിടുന്ന് ഇനി നേരെ ചേർത്തല. അങ്ങനെ അരൂര് ടോളൊക്കെ പാസ്സായി ഞങ്ങൾ ചേർത്തലയിലെത്തി. വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടു. ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. ചേർത്തല KSRTC ക്യാൻറ്റീനിൽ വന്ന് ഞങ്ങൾ ഊണ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് ഇനി ആലുവക്കാണ് പോകേണ്ടത്. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആലുവ ബോർഡൊക്കെ വെച്ച് വണ്ടി ട്രാക്കിലേക്ക് പിടിച്ചു. അങ്ങനെ വണ്ടി എടുത്ത് നേരെ ആലുവക്ക് വിട്ടു. 4 മണിയൊക്കെ ആയപ്പോഴേക്കും ആലുവയിലെത്തി. ഇവിടുന്ന് ഇനി 5:10 കടമക്കുടിക്ക് പോകണം. അവിടുന്ന് തിരിച്ച് ആലുവയിൽ വന്ന ഇന്നത്തെ ഡ്യൂട്ടി ഫിനിഷ് ആവും. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ സാധിക്കാനെ കണ്ടത്. പുള്ളീനെ കൊണ്ടൊരു ഹായ് ഒക്കെ പറയിപ്പിച്ച് ഞാൻ പോയൊരു സമൂസയും ചായയും കുടിച്ചു. 5 മണി കഴിഞ്ഞപ്പോഴേക്കും വന്ന് കടമക്കുടി ബോർഡൊക്കെ വെച്ച് വണ്ടി ട്രാക്കിലേക്ക് പിടിച്ചു. അങ്ങനെ വണ്ടി എടുത്ത് നേരെ കടമക്കുടിക്ക് വിട്ടു. കടമക്കുടിയിൽ വന്ന് വണ്ടി സൈഡാക്കി ആളെ ഇറക്കി ഒട്ടും താമസിക്കാതെ നേരെ ആലുവക്ക് പിടിച്ചു. വൈകിട്ടായപ്പോഴേക്കും കടമക്കുടി കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിട്ടോ. ആലുവയിൽ വന്ന് എല്ലാ ദിവസത്തെയും പോലെ വണ്ടി ഡീസൽ അടിക്കാനായിട്ട് ഇട്ടു. ടിഫാസ് ബ്രോ സുരേഷ് ഗോപി സ്റ്റൈലിൽ ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയി. ഡീസലൊക്കെ അടിച്ച് വണ്ടി ചെക്കപ്പിനായിട്ട് റാമ്പിലേക്ക് ഇട്ടു. ഇന്നത്തെ ഡ്യൂട്ടി എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.